ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലുലു മാളിൽ വന്നിട്ട് ഫണ്ടൂറയിൽ കയറിയ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോയിൻസ് കിട്ടുന്ന ഒരു വീലിലാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ മറ്റേ പുൾ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം ഇങ്ങനെ വലിച്ചിട്ട് ബാക്കോട്ടാ മുന്നോട്ട് അങ്ങനെ ആക്കുമ്പോഴാണ് അത് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 20 ടിക്കറ്റ്സിന് എഴുതിന്, പക്ഷേങ്കിൽ ഒരു കൈ അബദ്ധം പറ്റിപ്പോയി ഗൈസ്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അതെന്തോ കംപ്ലൈൻ്റ് ആയെന്നാണ് തോന്നുന്നത്. അത് ഞാൻ ആരും കാണാതെ അവിടെ നിന്ന് മുങ്ങിയിട്ട് അടുത്ത റൈഡിൽ കയറി ഗൈസ്. അടുത്ത റൈഡ് എന്ന് പറയുന്നത് ടിക്കറ്റ് കിട്ടും, ഇതിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം ഒരാൾ കളിക്കും. അപ്പോൾ സെയ്ഗു ആണ് ആദ്യം തുടങ്ങുന്നത്. സെയ്ഗു സ്ക്രീനിൽ കാണുന്ന ഈ മോൺസ്റ്ററിനെ കൊന്നാൽ അതിൻ്റേതായ കോയിൻസ് കിട്ടും. നമ്മൾ കാർഡിലേക്ക് ഓട്ടോമാറ്റിക്കലായി കയറും കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ വീൽസ് കറക്കിയെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ആ എൻ്റെ കാർഡിൽ നിന്ന് കുറച്ച് കോയിൻസ് പോയിന് കേട്ടോ. അതിന് പകരമായിട്ട് ഇതിൽ നിന്ന് കയറിയതാ, റിവെഞ്ച് എടുക്കണ്ടേ നമുക്ക്, അതുകൊണ്ട് അതിൽ കയറിയതാ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ ഒരുപാട് കൊന്നപ്പോൾ നമുക്ക് 20 കോയിൻസാണ് കിട്ടിയത്. സെയ്ഗുക്ക് 19 കോയിൻസാണ് കിട്ടിയത് കളിച്ചിട്ട്. അപ്പോൾ സെയ്ഗു ഒരു കാറ് കളിക്കുന്ന ഒരു റൈഡിലാണ് വന്നത്. സെയ്ഗു കേടെ പോയാൽ കാറിൻ്റെ റൈഡിൽ കയറണം, എന്നാലേ ഒന്ന് അടുത്ത റൈഡിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ സെയ്ഗു തുടങ്ങുന്നുണ്ട്. സെയ്ഗു തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് ഞാനേ ജയിക്കും, വേറെ ആരും ജയിക്കൂല റേസിങ്ങിന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഓനിക്ക് അറിയില്ല എന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ ഓൻ നല്ല വൃത്തിക്ക് ഓടിക്കുന്നുണ്ട്. ഓന് ടി വിയിലെല്ലാം കാറിനെ പറ്റിയിട്ടാണ് കാണുന്നത്, അതുകൊണ്ടായിരിക്കും ഓനിക്ക് ഓടിക്കാൻ നല്ല ഇഷ്ടം. എനിക്കങ്ങനെ കാറിന് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല, എന്നാലും സെയ്ഗു ഓടിക്കുന്ന കാണുമ്പോൾ എനിക്കും ഓടിക്കാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഉപ്പയാണ് ഓടിക്കുന്നത്. ഉപ്പാക്ക് കാർ ഓടിച്ചാൽ ഉപ്പ തന്നെയായിരിക്കും ഫസ്റ്റ്, കാരണം ഉപ്പാക്ക് ഗെയിമിലെല്ലാം കാറിലെല്ലാം കളിച്ച് ഉപ്പ തന്നെ എല്ലാത്തിലും ഫസ്റ്റ് ആകല കേട്ടോ. ഉപ്പ ഭയങ്കര സ്പീഡിലെല്ലാം ഓടിക്കുന്നുണ്ട്. സെയ്ഗു അടുത്ത സ്വിച്ചെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. ഓനിക്കൊന്നും തിരിയായിട്ട് സ്വിച്ചെല്ലാം നെക്കി കളിക്കുന്നുണ്ട് ഗൈസ്. ഇത് തുടങ്ങിയിട്ട് ഞാൻ ചവിട്ടുമ്പോൾ ഇത് പോകുന്നില്ല ഗൈസ്. ഞാൻ കുറേ ശ്രമിച്ചു ഗൈസ്, ഇത് പോകുന്നില്ല. ഞാൻ കുറേ അമർത്തി ചവിട്ടിയൊക്കെ എല്ലാം ചെയ്ത് ലാസ്റ്റ് ഉപ്പ അടിയത്തെ ഒരു സ്വിച്ച് നോക്കിയപ്പോൾ അത് പോയി കേട്ടോ. ഞാൻ ആദ്യം നിൽക്കാൻ വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ച് കേട്ടോ എന്തൊക്കെയോ ആവെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചേട്ടാ. അപ്പോൾ ഗൈസ് ഞാൻ എപ്പെങ്കിലും വിചാരിക്കും ഇങ്ങനെ തട്ടാതെ മുട്ടാതെയൊക്കെ ഓടിക്കണമെന്ന്. പക്ഷേങ്കിൽ ഗൈസ് ഞാൻ ഓടിക്കുമ്പോൾ തട്ടുകയൊക്കെ ചെയ്യുന്നു ഗൈസ്. പക്ഷേ കാറിന് എന്നാ പവറുള്ള എന്തോന്ന് ഗൈസ്, സ്ക്രാച്ച് വരുന്നില്ല കേട്ടാ. ഇവിടെ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, അത് എൻ്റെ ഫോട്ടോ ആണ് കേട്ടാ. ഞാനൊരു പോസിൽ നിൽക്കാൻ വിചാരിച്ചു, പക്ഷേ എല്ലാവരും മുമ്പ് എനിക്ക് നടക്കടങ്ങനെ നിൽക്കാൻ. പിന്നെ ഉപ്പാറിന് കാർഡിലെ കോയിൻസൊക്കെ തീർന്നു എന്ന്. പക്ഷേങ്കിൽ ഞാൻ ഒരു കാർ, റേസിങ് കാറില്ലേ, ആ കാറിലേക്ക് നോക്കി വെക്കുമ്പോണ്ട് അത് ഓണായി ഗൈസ്. പിന്നെ സെയ്ഗുക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് മുട്ടായി വാങ്ങേണ്ട ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒന്ന് വാങ്ങണമെങ്കിൽ ഏതെങ്കിലും 5 എണ്ണം സെറ്റായിട്ട് വാങ്ങണം കേട്ടോ. അപ്പോൾ എനിക്ക് മാല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് കോട്ടൺ ക്യാൻഡിയോ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത് കോട്ടൺ ക്യാൻഡി ഒന്നുമല്ല, ഇത് ഒരു വിക്സിൻ്റെ ഒരു സംഭവമില്ലേ, പോളോ എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ സെയ്ഗു ഓറഞ്ച് കളർ വാങ്ങുന്നില്ലേ, അത് ബബിൾക്കാണ് കേട്ടോ. എനിക്ക് ബൂമറിൻ്റെ ബബിൾക്ക് ഇഷ്ടമല്ല. പിന്നെ സെയ്ഗു വലിയൊരു ലോലിപോപ്പ് ഉണ്ട്, അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. പിന്നെ വേണ്ടെന്ന് ഉമ്മ പറഞ്ഞ് എന്നാ വേണ്ടാന്ന്. അപ്പോൾ നമ്മൾ മായൊക്കെ അടിച്ച് പൊട്ടിക്കലാണ് കേട്ടോ. അപ്പം നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, ബാക്കി വീട്ടിൽ നിന്നാ. ഇപ്പോൾ ഉമ്മ പറഞ്ഞു ഇപ്പം ഫുള്ള് തിന്നുണ്ട്, മസ്ത് കിട്ടുന്നു പറഞ്ഞ് കേൾക്കുന്നില്ല. പിന്നെ ഉമ്മാക്ക് വെച്ചായിട്ട് അടിപൊളി ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഡ്രസ്സ് കൂടെ എല്ലാം കയറിയത്. അപ്പോൾ അവിടെ ഒരുപാട് ഡ്രസ്സുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പിക്ചറുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്, ഉമ്മാടെ അത് വാങ്ങാൻ പറഞ്ഞ്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ബില്ലടിക്കാണ് പോയത്. അവിടെ ഒരു പെർഫ്യൂം ഉണ്ട്, അത് അടിച്ചിട്ട് മണം നോക്കി. പിന്നെ അവിടെ ജയ്ഗുക്ക് ഞാൻ വാട്ടർ ബോട്ടിൽ വെക്കലാണ്, അത് വാങ്ങുന്നില്ലെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കളിക്കാൻ നല്ല രസമാണ്. പിന്നെ എനിക്ക് സ്കൂളിൽ തുറക്കാൻ നോക്കിയല്ലേ, അപ്പോൾ ഞാൻ നോട്ട്സൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രോയിങ് ബുക്കും നോട്ട്സൊക്കെ വാങ്ങിയ കേട്ടോ.
ജയ്ഗു അങ്ങ് പോയിട്ട് സ്പൈഡർമാൻ്റെ ബോക്സും അതെല്ലാം കേട്ടാ നോക്കുന്നത്. പിന്നെ ജയ്ഗു ടോയ്സിൻ്റെ അവിടെ കയറിയാൽ പിന്നെ കാറല്ലാണ്ട് വേറൊന്നും വേണ്ട. അപ്പം ഞാൻ അവിടെ നിന്നൊരു ബൈക്ക് പോലത്തെ സംഭവം നോക്കിയേട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.